സുഹൃത്തുക്കളെ, അഗ്രി ഫാം ആൻഡ് ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് മൈക്രോ കൺട്രോളറുകളും ആ മൈക്രോ കൺട്രോളറുകൾ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, നമ്മളെ പ്രൊജക്റ്റിലേക്ക് ഏതൊക്കെ മൈക്രോ കൺട്രോളറുകൾ ഉപയോഗിക്കാം, ആ മൈക്രോ കൺട്രോളറുകൾ ഏതൊക്കെ വിധത്തിൽ പ്രോഗ്രാം ചെയ്യാം എന്ന് നോക്കാം. നമ്മളൊരു പ്രൊജക്റ്റ് ആദ്യം സെലക്ട് ചെയ്യുമ്പോൾ ഏത് തരം പ്രൊജക്റ്റാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ ഒരു കാർ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ഒരു കാർ, അത് മോട്ടോർ റൺ ചെയ്യുന്നതേ ഉള്ളൂ. അതിന് മൈക്രോ കൺട്രോളർ ഇല്ലാതെയും ഉണ്ടാക്കാം. ജസ്റ്റ് റിമോട്ട് സെൻസറിലൂടെ സെൻസ് ചെയ്ത് മോട്ടോർ ഡ്രൈവ് ചെയ്യിപ്പിച്ച് ഉണ്ടാക്കാം. മൈക്രോ കൺട്രോളറുകളോട് ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വലിയ മൈക്രോ കൺട്രോളർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. Atmega 328, A-Tiny പോലുള്ള A-Tiny 85 പോലുള്ള മൈക്രോ കൺട്രോളർ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മൈക്രോ കൺട്രോളർ നമ്മൾ പ്രൊജക്റ്റ് ഡിസൈഡ് ചെയ്യണം. എന്താണ്, ഡിജിറ്റൽ വാച്ചോ, റോബോട്ടാണോ, അല്ല ഒരു കാറാണോ, ഒരു വാഷിംഗ് മെഷീൻ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൽ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അപ്പോൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. വ്യത്യസ്തമായിട്ടുള്ള മൈക്രോ കൺട്രോളർ ഉപയോഗിക്കാം. നമ്മൾ അതിൻ്റെ പ്രൈസ്, മെമ്മറി ആവശ്യത്തിനനുസരിച്ച് ചീപ്പസ്റ്റ് ആയിട്ടുള്ള പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിന് എല്ലാം നമുക്ക് കോഡിങ് അറിയണം. ഏത് തരം കോഡിങ് അറിയണം. അപ്പോൾ എങ്ങനെയാണ് ആ കോഡ് പുതിയ മൈക്രോ കൺട്രോളർ അപ്ലോഡ് ചെയ്യുന്നത്, ഏകദേശം ജസ്റ്റ് ഒരു ഐഡിയകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മളടുത്ത് ഡിഫറെൻറ്റ് തരം മൈക്രോ കൺട്രോളർ അറിയാമല്ലോ. ഇത് Arduino IDE ബോർഡ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ കൺട്രോളർ Atmega 328P. ഇത് റാസ്ബെറി പൈ പീക്കോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ കൺട്രോളർ RP2040. പീക്കോ മൈക്രോ കൺട്രോളർ. ഇത് STM32 ലോ കോസ്റ്റ് ആയിട്ടുള്ള മൈക്രോ കൺട്രോളറാണ്. CHWC സീരീസിലുള്ള IC ആണ്. ഇത് വെരി ലോ കോസ്റ്റ് ആയിട്ടുള്ള ചൈനീസ് മൈക്രോ കൺട്രോളർ. ESP32 മൈക്രോ കൺട്രോളർ വിത്ത് ഡെവലപ്മെൻറ്റ് ബോർഡ്. ഇത് പിക് മൈക്രോ കൺട്രോളർ. ഇതൊക്കെ പിക് മൈക്രോ കൺട്രോളർ. ഇത് റാസ്ബെറി പൈ ലേറ്റസ്റ്റ് ബോർഡാണ്, 4GB റാമുള്ള. ഇത് പിക് മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമർ. അപ്പോൾ നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് ഉപയോഗിക്കുന്നു, അതിൽ ഈ Arduino ബോർഡ് ഡയറക്റ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാം. നമുക്ക് പ്രൊജക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാം. നമുക്ക് ഈ ബോർഡിൻ്റെ കംപ്ലീറ്റ് ബോർഡ് അതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ചിപ്പ് മാത്രം ആവശ്യമുണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യം ഇതൊക്കെ പഠിക്കാനാണ് നമ്മൾ ഈ IDE ബോർഡും IC-കൾ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്ത് Arduino Uno IDE-യിലൂടെ നമുക്ക് പഠിക്കാം. പഠിച്ചെല്ലാം ചെയ്യണം. നമ്മളൊരു പ്രൊജക്റ്റിൽ ഉപയോഗിക്കുമ്പോൾ ഈ ബോർഡ് തന്നെ അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ IC മാത്രം, പിന്നെ ഡ്രൈവർ, മോട്ടോറും മറ്റും ഡ്രൈവ് ചെയ്യുന്നതും മറ്റ് ആക്റ്റീവ് പാസീവ് കമ്പോണൻറ്റ് ഉപയോഗിച്ച് അത്ര മാത്രം മതി. ഈ ബോർഡിൻ്റെ ആവശ്യമില്ല, ബോർഡ് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ IC മാത്രം പ്രോഗ്രാം ചെയ്യണം. ഈ ബോർഡിലുള്ള IC-യിൽ ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഈ Atmega 328 മൾട്ടിപ്പിൾ ടൈംസ് USB വഴി പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാം. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നിലൂടെ നമുക്ക് മോട്ടോർ മറ്റും കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. പുതിയ കോഡ് അപ്ലോഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, പുതിയ ചെയ്യാം. ഇതിനകത്ത് ഈ IC-ക്കകത്ത് ആ 32 KB ഫ്ലാഷ് മെമ്മറിയാണല്ലോ, അത്ര മാക്സിമം പ്രോഗ്രാം ചെയ്യാം. ഇതിനകത്ത് ബൂട്ട് ലോഡർ എന്ന ഒരു പ്രോഗ്രാമും ഉണ്ട് ഇതിനകത്ത്. 31.5 മറ്റു പ്രോഗ്രാം 0.5 KB നമുക്ക് ബൂട്ട് ലോഡറിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. ആദ്യം ഇത് ബൂട്ട് ലോഡർ ഓൺ ആയതിനു ശേഷം പിന്നെ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കും. ഇങ്ങനെ എക്സാമ്പിൾ, നമുക്ക് ഈ ബോർഡ് ആവശ്യമില്ല, ബൂട്ട് ലോഡർ ആവശ്യമില്ല. നമുക്ക് ഈ IC-യിൽ ഡയറക്റ്റ് പ്രോഗ്രാം മാത്രം റൺ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെ Arduino IDE Uno തന്നെ ഉപയോഗിക്കണോ, വേറെ ഏതെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ,
അതൊക്കെ ഓരോന്നായി നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ മൈക്രോ അതായത് റാസ്ബെറി പൈ പിക്കോ 2040 ഇതിൽ ഈ അറ്റ്മക 328 വലിയ സ്ക്രിപ്റ്റുകൾ അതൊന്നും റൺ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കപ്പാസിറ്റി കുറവാണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹൈ പ്രൊജക്റ്റുകളിൽ റാസ്ബെറി പിക്കോ ESP32 ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ബ്ലൂടൂത്ത് വൈഫൈ, ഇതിനകത്ത് ബ്ലൂടൂത്ത് വൈഫൈ ഒക്കെ ഉണ്ട്. ഇത് അർഡിനോയിലും ഉണ്ട്, അത് ഡിഫറെൻറ്റ് വെർഷനിൽ. ഓക്കെ, ചീപ്പസ്റ്റ് ആയിട്ടില്ല. അപ്പം ഇതും ജസ്റ്റ് ഡയറക്റ്റ് ചിപ്പാണ്. ഓക്കെ, ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇത് റാസ്ബെറി പൈ 4.0 സംതിങ്, എക്സാക്റ്റ് വെർഷൻ ഓർമ്മയില്ല. അപ്പോൾ ഇതൊരു ഏകദേശം കമ്പ്യൂട്ടർ തന്നെ. അപ്പോൾ ഇതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ കൂടുതലുണ്ട്. നമുക്ക് എന്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ കണക്ട് ചെയ്യാം, മോട്ടോറുകളും എല്ലാം കണക്ട് ചെയ്ത് സ്പീക്കർ കൂടുതൽ ഹൈ ഫങ്ഷൻ. അപ്പോൾ ഇതൊക്കെ റൺ ചെയ്യുന്നതാണ് ടോട്ടലി നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാം റൺ ചെയ്യണം. ഇതിനകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമിനെ റൺ ചെയ്യിപ്പിക്കാം കമ്പ്യൂട്ടറിൻ്റെ. അറിയാമല്ലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ട്, ആ പ്ലെയർ വെച്ച് സോഫ്റ്റ്വെയറിലൂടെ റൺ ചെയ്യാം. അപ്പോൾ ഇതിലൊന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അറ്റ്മക 328 സാധാരണ എങ്ങനെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് ബിഗിനേഴ്സ്. ഇപ്പോൾ ഈ അറ്റ്മക 328 അറ്റ്മക സീരീസിൽ ഡിഫറെൻറ്റ് മൈക്രോ കൺട്രോളർ ഉണ്ട്. ഓക്കെ, ഡിഫറൻസ് വേരിയൻറ്റ്, അതുമാതിരിയുള്ള പിക്കിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻ്റ് ഉണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനും ഡിഫറെൻറ്റ് പ്രോജക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അറ്റ്മകയുടെ. അറ്റ്മക 328 നമുക്കിപ്പോൾ ഫേമസ് ആയിട്ട് വന്ന അർഡിനോ യൂനോ ഡെവലപ്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കി അതിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ ബിഗിനേഴ്സിനും പ്രോഗ്രാമിങ് മറ്റും പഠിക്കാനും ചെയ്യാനൊക്കെ ഈസിയാണ്. യൂസർ ഫ്രണ്ട്ലി കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അത് ഈ എല്ലാ ആൾക്കാർക്കും ഏറ്റവും സ്മോൾ നോളജ് ഉള്ള ആൾക്കും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പ്രോഗ്രാം ചെയ്യാൻ ID വേണം, സോഫ്റ്റ്വെയർ. ഓക്കെ, ആ സോഫ്റ്റ്വെയറിലൂടെ പ്രോഗ്രാം കോഡ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ ഇത് അർഡിനോയുടെ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത് അർഡിനോ ID, ഇതിലൂടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതിൻ്റെ USB കണക്ട് ചെയ്യും, പ്രോഗ്രാം റൈറ്റ് ചെയ്യും, ബോർഡ് സെലക്ട് ചെയ്യും, അപ്ലോഡ് ചെയ്യും, റണ്ണാവും. ഓക്കെ, അപ്പോൾ ഇതിലുപയോഗിക്കുന്ന പ്രോഗ്രാം കോഡ് C++. ഇതിലുള്ള ലൈബ്രറിയിലെല്ലാം ഡയറക്റ്റ് മൈക്രോ കൺട്രോളർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായി. സാധാരണ ഡെസ്ക്ടോപ്പ് C++ അല്ല, എംബഡഡ് C++. കൂടുതലും മൈക്രോ കൺട്രോളർ ഡീപ്പസ്റ്റ് കണക്ഷനുള്ള ലൈബ്രറീസുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ ലൈബ്രറീസൊക്കെ ഉപയോഗിക്കുന്നത് അതൊന്നും ഉപയോഗിക്കില്ല. അതൊക്കെ കംപ്രസ് ചെയ്ത് ഇതിൽ സിംപ്ലസ്റ്റ് ആയിട്ടില്ല ഡിജിറ്റൽ റൈറ്റ്, ഡിജിറ്റൽ ഔട്ട് അതുപോലുള്ള കമാൻഡുകളാണ് ഉപയോഗിക്കുന്നത് എന്നൊരു കമ്പയിൽ. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ ബൂട്ട് ലോഡറുണ്ട്. ഇപ്പോൾ നമുക്ക് അർഡിനോയുടെ ഐഡിയ ആണിത്, C++. അപ്പോൾ ഇത് വേറൊരു മൈക്രോചിപ്പിൻ്റെ ഒരു പ്രോഗ്രാം ഐഡിയ ആണ് ഇത്. ഇതിലൂടെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, ന്യൂ പ്രോജക്റ്റ് അഡ്വാൻസ് മീൻസ് എംബഡഡ് C++ ഉപയോഗിക്കാം, അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിക്കാം. അസംബ്ലി ലാംഗ്വേജിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്യാം. അറ്റ്മക 328 അറ്റ്മക 328 മാത്രം, അതുമാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് പ്രോഗ്രാം ഉണ്ട്. 16. ഓക്കെ, അറ്റ്മക 328P ഇതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഹാർഡ്വെയറായിട്ട് കണക്റ്റഡ് ആണ്. കുറച്ച് ആണ് കുറച്ചും കൂടെ പുറത്തുനിന്ന് ലൈബ്രറി എല്ലാം ടോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ടോക്ക് ചെയ്യുന്ന മെമ്മറി ആയിട്ടല്ല. എക്സാമ്പിൾ
LED ബ്ലിങ്കിൻ്റെ ഇതുപോലുണ്ട്. ഇത് ഡയറക്റ്റ് മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ബ്ലിങ്ക് ചെയ്യുന്ന കോഡാണ്. ഓക്കെ, പോർട്ട് C അതിലേക്ക് 0xFF എന്ന പോർട്ട് XF എന്ന് പറഞ്ഞാൽ 1 അത് രജിസ്റ്റർ ചെയ്തിട്ട് ലൂപ്പായി ഇങ്ങനെ അത് കംപ്ലീറ്റ് ആ പോർട്ട് 8 നമ്പർ ഓഫ് പിൻ അത് ഓണോ ഓഫ് ആയിക്കൊണ്ടിരിക്കും. ഇത് ഡയറക്റ്റ് നമ്മൾ ഇതേമാതിരി ബ്ലിങ്ക് ചെയ്യാൻ അർഡീനോയിൽ ഉപയോഗിച്ചാലോ ഇതാ ഈ മെത്തേഡിലേക്ക് ഇത് അസംബ്ലി ലാംഗ്വേജ്, ഇത് ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ്, ഇത് കുറച്ചും കൂടെ ഡീപ്പസ്റ്റ്, കുറച്ചും കൂടെ ടെക്നിക്കൽ നോളജ് വേണം. ഓക്കെ, ഈ മെത്തേഡിൽ ചെയ്താൽ ഇതിങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അർഡിനോ പറഞ്ഞു മൈക്രോചിപ്പ് സ്റ്റുഡിയോ ഇതും പ്രോഗ്രാം ചെയ്യുന്ന ഐഡിയ ആണ്. പിന്നെ ഇത് MP Lab X, ഇത് നമ്മൾ പിക് മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്ന ഒരു ഐഡിയ ആണ്. ഇതിൽ നമ്മൾ അസംബ്ലി ലാംഗ്വേജ് ഉപയോഗിക്കാം, C പ്രോഗ്രാം ഉപയോഗിക്കാം, എംബഡഡ് C++, ഡയറക്റ്റ് അസംബ്ലി പ്രോഗ്രാം Xcode ബേൺ ചെയ്യാം ഇതിലൂടെ. ഇതൊക്കെയാണ് ഐഡിയകൾ.